യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. വഴി പറഞ്ഞു തന്നാൽ, നടക്കേണ്ടുന്ന പാത എന്നെ അറിയിച്ചാൽ, അവസാനം വരെ ഞാൻ ആ വഴിയിലൂടെ തന്നെ നടക്കും. എത്ര പേർക്ക് ആ ഉറപ്പായ തീരുമാനം അകത്തുണ്ട്? നമ്മൾ നേരത്തെ പാടിയതുപോലെ നല്ല വഴി അറിയുന്നത് നമ്മുടെ കർത്താവിന് മാത്രമേ അറിയാവൂ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നല്ല വഴി ഏതെന്ന് അറിയുന്നത് ദൈവം മാത്രമാണ്. ഉദാഹരണത്തിന്, ഇസ്രായേലിനെ ദൈവം മരുഭൂമിയിലൂടെ നടത്തി. അവിടെ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമാണ്, സമുദ്ര തീരത്ത് കൂടെയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ദൈവം അവരെ അതുവഴി നടത്തിയില്ല. ചെങ്കടലിലൂടെ മരുഭൂമി വഴിയായി ദൈവം അവരെ ചുറ്റി നടത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഈ ചെങ്കടലിൻ്റെ, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ചെങ്കടലൊന്നും ഇവർ പോകേണ്ട ഒരു കാര്യവുമില്ല. സ്തോത്രം. ഇവർക്ക് കനാനിലെത്താൻ വഴിമുടക്കി കിടക്കുന്ന ഒന്നല്ല ചെങ്കടൽ. സമുദ്ര തീരത്തുകൂടെ ഫെലിസ്ത്യർ പാർക്കുന്ന സ്ഥലത്തുകൂടെ യാത്ര ചെയ്താൽ ഒരു 40 മൈൽ ദൂരമേ ഉള്ളൂ. സ്തോത്രം. ഉത്സാഹിച്ചൊക്കെ നടന്നാൽ പോട്ടെ, 1 മൈൽ ഒരു ദിവസം നടന്നാൽ 40 ദിവസം കൊണ്ടെത്താം. പിന്നെ ഉത്സാഹിച്ചൊക്കെ നടന്നാൽ അത് അവരവരുടെ കഴിവ് പോലെയൊക്കെ ഇരിക്കും. സ്തോത്രം. ഇതാണ് 42 വർഷം എടുത്തത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവരെ ദൈവം അവിടെ കൊണ്ടുപോയതാണ്. സ്തോത്രം. അന്നേരം അവർ പറഞ്ഞു, നമുക്കൊന്നും ഇതൊന്നും പറ്റത്തില്ല. അവിടെ താമസിക്കുന്നവരൊക്കെ അനോക്യ മല്ലന്മാരാണ്. അവരുടെ മുമ്പിൽ ഞങ്ങൾ ചെന്ന് നിന്നപ്പോൾ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. ദൈവമക്കളെ, ഈ 2026 തുടക്കത്തിൽ പറയട്ടെ, പ്രശ്നങ്ങളെ അല്ല നീ വലുതായി പറയേണ്ടത്, വിളിച്ച ദൈവത്തെ നീ വലുതായി പറയണം. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? ഹല്ലേലൂയ. അനാക്കമല്ലന്മാരുണ്ടെന്നുള്ളത് സത്യമാണ്. അവരുടേതായ ശക്തി വലുതാണ്, അതും സത്യമാണ്. എന്നാൽ ഒരു ദൈവ പൈതൽ പറയേണ്ടത് അനാക്യമല്ലന്മാരെ കുറിച്ചല്ല. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും ഇതുവരെ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കുറിച്ച് വേണം ഞാനും നിങ്ങളും പറയാ. ഹല്ലേലൂയ. ഒരു തീരുമാനം അകത്തെടുക്കുക. രോഗത്തെക്കുറിച്ചല്ല പറയേണ്ടത്, പ്രശ്നത്തെക്കുറിച്ചോ ശരീരത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചോ മുന്നിലുള്ള വിഷയങ്ങളെക്കുറിച്ചോ ആക്ഷേപങ്ങളെക്കുറിച്ചോ നിന്ദയെക്കുറിച്ചോ, ഇതൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. ഇവിടെ ഈ നടത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണി, അങ്ങനെ തുടങ്ങി. സ്തോത്രം. പകൽ പറക്കുന്നത്, രാത്രിയിലുള്ളത്. സ്തോത്രം. ഇങ്ങനെ ഓരോന്നോരോന്നായി പറയുകയാണ്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും പറയത്തില്ല. വേട്ടക്കാരനോ പകൽ പറക്കുന്നതോ അതൊന്നും വേണ്ട. ആകെ പറ യഹോവ. സ്തോത്രം. അബ്രഹാം പറഞ്ഞില്ലേ, യഹോവ നോക്കിക്കൊള്ളും മകനെ. ഓ സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കാണ്. എന്ത് ചെയ്യും യാഗം കഴിക്കാൻ? നാളെ എന്താകും ഈ പ്രശ്നം പരിഹരിക്കാൻ? എങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഈ 2026 ദൈവകൃപ പ്രാപിച്ച ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, പകച്ചു നിൽക്കരുത്. അവിടെ പറയണം, ദൈവം. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ആകെ പ്രയാസപ്പെട്ട് അല്ല,
രാജാക്കന്മാരുടെ മുമ്പിലും എൻ്റെ ദൈവത്തെക്കുറിച്ച് ഞാൻ പറയും. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അറിയത്തില്ലേ? മഹാനായ രാജാവ് നെബൂഖദ്നേസർ, ദൈവം പറഞ്ഞു ഒരവസരം കൂടെ തരാം. സ്തോത്രം അല്ലേ? അത് തന്നെ വലിയൊരു ചാൻസാണ്. ഒരവസരം കൂടെ തരാമെന്ന് പറയുന്നത്. അവരുടെ മുമ്പിൽ, രാജാവിൻ്റെ മുമ്പിൽ നിന്ന് പറയുകയാണ്, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ മറുപടി പറയേണ്ട, നിങ്ങൾ തീരുമാനം നേരത്തെ എടുത്തതാണ്. ഞങ്ങളുടെ ദൈവത്തെ വിട്ടൊരു പരിപാടിക്ക് മരിക്കേണ്ടി വരുമായിരിക്കും, കുഴപ്പമില്ല, ഞങ്ങൾ ആ തീരുമാനം നേരത്തെ എടുത്തതാ. എത്ര പേര്, എത്ര യുവജനങ്ങൾ, ഹല്ലേലൂയ, പല പല പരീക്ഷകൾ, പല പല വഴികൾ ദുഷ്ടനായവൻ നിങ്ങളുടെ മുമ്പിൽ വച്ചു നീട്ടുമ്പോ വായി തുറന്ന പരസ്യമായി പറയേണ്ട വാക്ക് ദൈവം. ഹല്ലേലൂയ. നിന്റെ വഴികൾ ശുഭപ്പെട്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, എന്നാൽ ഞാൻ അതിനെ അവസാനത്തോളം ചട്ടങ്ങളുടെ വഴി പറഞ്ഞാൽ അങ്ങനെ നടക്കാമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇവരിങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു. നമുക്ക് തോന്നാം അവരെ നടത്തിയ വഴി തെറ്റായിപ്പോയി. വെള്ളമില്ലാത്ത വഴി, ഭക്ഷണമില്ലാത്ത വഴി, ചൂടേറിയ മരുഭൂമി, തണുപ്പ് കൊണ്ട് രാത്രിയിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതാ ചെങ്കടല്, അപ്പുറത്ത് യോർദാൻ. ആ വഴിയിലാണെങ്കിൽ എത്രയെത്ര ശക്തന്മാരായ രാജാക്കന്മാർ. സ്തോത്രം. ഇതെല്ലാം ദൈവത്തിനറിയാം. എത്ര പേർക്ക് സ്തോത്രം പറയാം? ഇതൊന്നും നമുക്കറിയത്തില്ല, ഇതെല്ലാം ദൈവത്തിനറിയാം. ഹല്ലേലൂയ. സ്തോത്രം. ഓരോന്നും ഓരോന്നും മുമ്പിൽ വരുമ്പോ പതറുകയല്ല വേണ്ടത്. സ്തോത്രം. അവിടെയും പറ, ദൈവത്തിന് ഇവിടെ ഒരു വഴിയുണ്ട്. എനിക്ക് പോകാൻ ഒരു വഴി ദൈവം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി ഒന്ന് കണ്ണു തുറന്ന് നോക്ക്. സ്തോത്രം. ഓൾറെഡി അവിടെ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണല്ലോ 1 കൊരിന്ത്യർ 10:13 നമ്മൾ വായിക്കുന്നത്, പരീക്ഷയോട് കൂടെ പോക്കുവഴി ഉണ്ടാക്കും. പരീക്ഷ വന്നപ്പോൾ തന്നെ അതിനൊരു സൊല്യൂഷനുണ്ട്. സ്തോത്രം. നമ്മൾ ചോദ്യം ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, ചോദ്യം മാത്രം ഇട്ടുകൊണ്ട് പോവുകയല്ല, അതിൻ്റെ ഒരു ഉത്തരവും കൂടെ ശരിയാക്കും. അതിൻ്റെ ശരിയായ ഉത്തരം എന്തെന്നുള്ളത് കറക്റ്റായിട്ട്, ഏത് ചോദ്യത്തിനും ഏത് വഴിയിലും ദൈവത്തിന് എന്നെയും നിങ്ങളെയും നടത്താൻ ഒരു മാർഗമുണ്ട്. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. സ്തോത്രം. അപ്പം ബുദ്ധി തരുന്നത് എന്തിനാണ്? കുബുദ്ധികളായി പോകരുത്. സ്തോത്രം. ഇന്ന് ഈ നിയമം പഠിക്കുന്ന എന്തിനാണ്? അതിലെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കാനാണ്. എങ്ങനെ ഈ പ്രതിയെ രക്ഷപ്പെടുത്താം. അവനാണ് നല്ല വക്കീല്. സ്തോത്രം. കൊലപാതകം ചെയ്തവനെ ചെയ്തില്ല എന്ന് പറഞ്ഞു, അവനാണ് ഭയങ്കര പൈസ. അവനുണ്ടോ? ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിട്ടവനെ രക്ഷിക്കാൻ ആളുണ്ടോ? നമുക്കറിയല്ലേ സംഭവങ്ങളൊക്കെ നടക്കുന്നൊന്നുമല്ല. സ്തോത്രം. എല്ലാവരുടെയും കണ്ണിന് കണ്ട കാര്യമാണെങ്കിലും അവൻ അവിടെ തിരിച്ചടിക്കും. സ്തോത്രം. വിധിക്കുന്ന ജഡ്ജിക്കും അറിയാം സംഭവം ഇതാണ്. നമ്മുടെ നിയമം അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവർക്ക് അവിടെ കിട്ടുന്നത് വെച്ചേ. എന്നാലൊരു കാര്യം പറയട്ടെ, എല്ലാ നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമാണ്. അവിടെ ഒരു സാക്ഷിയും വേണ്ട, ആരുടെയും ശുപാർശയും വേണ്ട, നിന്റെ കുറ്റസമ്മതവും വേണ്ട. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്നുള്ളതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്, ഹല്ലേലൂയ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്.
സ്തോത്രം. ദൈവത്തിനാരുടെയും ശുപാർശ വേണ്ട. സാക്ഷികളും ആ സാക്ഷികളൊക്കെ കള്ളസാക്ഷ്യം പറയാത്ത സാക്ഷികൾ വേറെ ഉണ്ടെന്നും നമുക്ക് വചനത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബുദ്ധി ദൈവത്തിൻ്റെ കൽപ്പനകളെ പൂർണ്ണ ഹൃദയത്തോടെ എനിക്കെങ്ങനെ പ്രമാണിക്കാം എന്നുള്ളതിന് വേണ്ടി വിനിയോഗിക്കണം. ദൈവകൽപ്പനകളെ ലംഘിച്ചിട്ട് എങ്ങനെ ആരും കാണാതെ അത് ചെയ്യാം എന്നുള്ളതിന് ബുദ്ധി ഉപയോഗിക്കരുത്. ആരും അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, മറ്റുള്ളവരറിയാതെ എങ്ങനെ തെറ്റ് ചെയ്യാം എന്നുള്ളതിനല്ല നീ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഹല്ലേലൂയ. എങ്ങനെ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെതായ ഹിതം, ദൈവകൽപ്പനയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കാം, അതിന് എനിക്ക് ബുദ്ധി തരണമേ. സ്തോത്രം. കാരണം അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന, പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പം അതിനെയെല്ലാം അതിജീവിച്ച് എനിക്കെങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിക്കാം എന്നുള്ളതിന് ബുദ്ധി തരണമേ. നിന്നോടുള്ള, അങ്ങയോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ അവിടുത്തെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഈ തിരുവെഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഇത് വായിക്കും തോറും നമുക്ക് ദൈവത്തോടുള്ള ഭയം, ഭക്തി കൂടിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. ഭക്തി കുറയുകയല്ല, ദൈവത്തോടുള്ള ഭയം കൂടും. ഇനി ഭയം കുറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇതിനൊന്നും വില കൊടുക്കുന്നില്ലെന്നുള്ളതാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ദൈവഭയമില്ലാത്ത ഒരു വലിയ കൂട്ടം നമ്മുടെ ചുറ്റിലുമുണ്ട്. കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, ആരാധനയ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കുമെന്നുള്ള ഒരു ഭയമില്ല. കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ നടക്കുന്നു. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങയോടുള്ള ഭയം വർദ്ധിപ്പിക്കുന്ന, വായിക്കും തോറും സ്തോത്രം. ദൈവമക്കളെ, ആ ലേഖനത്തിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഒന്നും ആയിട്ടില്ല, വളരെ ചെറുതാണ്, ഇനിയും എവിടെയോ എന്തൊക്കെയോ ക്രമീകരിച്ച് മുന്നേറാനുണ്ട് എന്ന് വചന സ്കെയിലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും. സ്തോത്രം. ഇത് വായിക്കും തോറും, അതിനെ മനസ്സിലാക്കും തോറും നമ്മുടെ അകത്ത് വരുന്ന ഒരു വികാരമാണ് ഭയം, ഭക്തി, ദൈവത്തോടുള്ള ബഹുമാനം. ഇതൊക്കെയാണെങ്കിലും ദൈവമേ അങ്ങനെ നിർത്തിയിരിക്കുന്നല്ലോ. ഭക്തി വർദ്ധിപ്പിക്കുന്നതാണ് ഈ തിരുവെഴുത്ത്. സ്തോത്രം. ഞാൻ അങ്ങയുടെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ ഞാൻ പ്രാപ്തനാകും. സ്തോത്രം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആശ്രയിക്കുന്നു. ആശ്രയം ദൈവത്തിലായതുകൊണ്ട് നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ ധാരാളം, അതെല്ലാ കാലത്തും ഉണ്ടല്ലോ. സ്തോത്രം. എന്നാൽ അത് കേട്ട് ഞാൻ ക്ഷീണിച്ചു പോവുകയല്ല, അതിനൊരു മറുപടി തിരുവെഴുത്തിൽ എനിക്കുണ്ട്. സ്തോത്രം. ഒരു വാക്ക് ദൈവം ആ സ്ഥാനത്ത് വിധിക്കുന്ന തൻ്റെതായ പ്രമാണത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ നിന്റെ 43 വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന്, സ്തോത്രം, എൻ്റെ വായിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് സത്യം മാത്രം. സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. ഈ 2026 ദൈവമക്കളെ, ഒരു തീരുമാനം ഉണ്ടാകട്ടെ, സത്യത്തിൻ്റെ വാക്ക് മാത്രം പറയാൻ. ഭോഷ്കും കണ്ടതും കേട്ടതും അറിഞ്ഞതുമൊന്നുമല്ല, സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുക. അറിവോ വ്യക്തതയോ ഇല്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് ഭാഗമില്ല. സ്തോത്രം. സത്യത്തിന് വേണ്ടി ദൈവമുമ്പാകെ നിന്ന് മുന്നേറുവാൻ വലിയവനായ ദൈവം നമുക്ക് കൃപ തരട്ടെ. അതിൻ്റെ ഏറ്റവും വായിച്ച 48-ാമത്തെ വാക്യത്തിൽ
എനിക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രിയമായിരിക്കുന്നു. സ്തോത്രം. അതിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു, അങ്ങയുടെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. ഇപ്പം ധ്യാനിക്കുന്ന വിഷയം എന്താണ്? ദൈവവചനം. സ്തോത്രം. നമുക്കിഷ്ടപ്പെട്ടതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ധ്യാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരല്പം ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൂടെ ഇങ്ങനെ വരുന്നത് എന്താണ്? അവരവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ദൈവവചനം എനിക്കിങ്ങനെ ധ്യാനിക്കാൻ പറ്റുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് പ്രിയം അതിനോടാണ്. സ്തോത്രം. അങ്ങനെയുള്ളവനെ ഒരു കാറ്റിനും പാറ്റിക്കളയാൻ ഒക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ ആറ്റരികത്ത് നിട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവന് ഈ വചനവുമായിട്ടാണ് ബന്ധം. സ്തോത്രം. അങ്ങനെ ദൈവവചനത്തിന് അതിൽ ആശ്രയിച്ച് അതിൽ വേരൂന്നി അങ്ങനെ വാടിപ്പോകാത്ത, ക്ഷീണിച്ചു പോകാത്ത ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. സ്തോത്രം. വചനത്തിൽ ഉറപ്പുള്ളവൻ ഇവിടെയും നിൽക്കും. യേശു ഗിരിപ്രഭാഷണം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. എൻ്റെ ഈ വചനങ്ങളെ കേട്ടിട്ട് അതിനെ നിസാരമായി കണ്ട് ഇതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കുന്നവനുണ്ടല്ലോ, അവൻ മണലിന്മേൽ വീണ് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യനോട് തുല്യനാണ്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, രണ്ടുപേരും വീട് പണിതു എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടുപേരും ആരാധനയ്ക്ക് വന്നു, രണ്ടുപേരും കൈയടിച്ചു, രണ്ടുപേരും പാട്ടുപാടി, രണ്ടുപേരും കാണിക്കയിട്ടു, കാര്യങ്ങളൊക്കെ എല്ലാം മുറ പോലെ ചെയ്തു. പക്ഷെ ഒരുത്തൻ അനുസരിച്ചിട്ട് ചെയ്തു, മറ്റൊരുത്തൻ അനുസരിക്കാതെ ചെയ്തു. ഹല്ലേലൂയ. ഇതെന്ന് തിരിച്ചറിയുമെന്ന് ചോദിച്ചാ വൻമഴ ചൊരിയും. ഹല്ലേലൂയ. കാറ്റതിന്മേൽ അടിക്കാം, പ്രശ്നങ്ങൾ അതിൻ്റെ നേരെ വരും. എന്നാ ഈ അനുസരിക്കാത്തവന്റെ സ്വസ്ഥത നഷ്ടപ്പെടാം. ഹല്ലേലൂയ. അവനാകെ പതറിപ്പോകാം, അവനാകെ ഉലഞ്ഞു പോകുമെന്നാ അനുസരിക്കുന്നവന്റെ നേരെയും വരും. ഹല്ലേലൂയ. അവൻ അങ്ങനെ തന്നെ നിൽക്കും. പ്രൈസ്. എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താ. 2025 സർവശക്തനായ ദൈവപ്രകാരം നടത്തിയെങ്കിൽ ഈ പുതുവർഷത്തിലും തിരുവെഴുത്തുകളിൽ മുറുകെ പിടിച്ച ദൈവവാക്ക് അനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുക.